ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി എ ഫൗണ്ടേഷൻ ബിസിനസ് മാത്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ലാസ്റ്റ് യൂണിറ്റ് ആയ ലോഗരിതത്തിന്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസും അതിന്റെ സൊല്യൂഷൻസും ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? log 6 plus log 5 is expressed as log 6 plus log 5. log x plus log y എന്ന് നമ്മൾ എപ്പോഴാണ് എഴുതുന്നത്? മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ log of xy എന്ന് വരുമ്പോഴാണ് നമ്മൾ log x plus log y എന്ന് എഴുതുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, നമുക്ക് എങ്ങനെ എഴുതാം? log of 6 into 5 എന്ന് എഴുതാം. log of 6 into 5 എത്രയാണ്? log 30 വരിക. എത്രയാണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? log a to the base 2 is equal to 2ന്റെ ഏത് പവറാണ് 8? 3 ആണ്. 2 raised to 3 ആണ് 8 വരുന്നത്. അപ്പോൾ എത്രയായിരിക്കും നമ്മുടെ ആൻസർ? log a to the base 2ന്റെ ആൻസർ എത്രയായിരിക്കും? 3 ആയിരിക്കും. അത് എത്രയാണ് ഓപ്ഷൻ? ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? log 32 by 4. 32 by 4. log x by y എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരുന്നു എഴുതുന്നത്? log x minus log y എന്നായിരുന്നു. അപ്പം എങ്ങനെ എഴുതാം? log 32 minus log 4. ഓപ്ഷൻ ബി, log 32 minus log 4. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? log 1 into 2 into 3 is equal to log of പ്രോഡക്റ്റ് ആണ് വന്നത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ആഡ് ചെയ്ത് എഴുതാം. അപ്പം എന്താണ്? log 1 plus log 2 plus log 3. ആൻസർ ഓപ്ഷൻ എ, log 1 plus log 2 plus log 3 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? the value of log 0.001 to the base 0.1 is log 0.0001 to the base 0.1. 1 നമുക്ക് എങ്ങനെ എഴുതാം? 0.1 എന്ന് പറയുന്നത് എന്താണ്? 1/10 ആണ്. അതായത് 1/10 raised to 1. 0.001 അപ്പം എങ്ങനെ വരും? 0.001 എന്ന് പറഞ്ഞാൽ നമുക്ക് 1/10 raised to എത്ര ഡിജിറ്റ് ഉണ്ട്? 1 2 3 4. അപ്പോൾ 1/10 raised to 4. 1നെ 1/10 raised to 1 എന്നും 0.001നെ നമുക്ക് 1/10 raised to 4 എന്നും എഴുതാം. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? log ബേസ് 0.1 ആണ്. log 0.01നെ നമുക്ക് 1/10 raised to 4 എന്ന് എഴുതാം. 1/10 raised to 4 എന്നുള്ളത് നമുക്ക് 1/10 whole raised to 4 എന്ന് എഴുതാമല്ലോ. ഇപ്പം log x raised to n എന്നുള്ള ഫോർമുല. അപ്പം നമുക്ക് അങ്ങനെ എങ്ങനെ എഴുതാം? n log x എന്ന് എഴുതാം. അപ്പം 4 log 1/10 to the base 0.1 എന്ന് എഴുതാം. 1/10 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 0.1 എന്ന് എഴുതാം അല്ലേ? 1/10 എന്നുള്ളത് 0.1 ആണ്. ഇവിടെ ബേസും ആർഗ്യുമെന്റും സെയിം ആയി. അപ്പോൾ ആൻസർ എത്രയായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ 4 into 1 ആൻസർ 4 വരും. ആൻസർ ഓപ്ഷൻ ബി 4 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, if 2 log x is equal to 4 log 3, the x is equal to, if 2 log x is equal to 4 log 3, then the value of x is, x-ന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. x എന്നുള്ളത് 4 log 3 എന്നുള്ളത് ഏത് ഫോർമുല? n log x എന്നുള്ള ഫോർമുല ആണ് കിടക്കുന്നത്. n log x എന്നുള്ള ഫോർമുല ആണ്. n log x എന്താണ്? log x raised to n ആണ് n log x എന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? log x square is equal to log 3 raised to 4 എന്ന് എഴുതാമല്ലോ. if log a is equal to log b, then a is equal to b എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. രണ്ട് സൈഡിലും ലോഗരിതമാണ്. അങ്ങനെ ആകുമ്പോൾ എന്താണ്? സെയിം ബേസ് വരുന്ന രണ്ട് ലോഗ് ആണെങ്കിൽ ആർഗ്യുമെന്റ്സ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം? x square is equal to 3 raised to 4 എന്ന് നമുക്ക് എഴുതാം. 3 raised to 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 into 3 9, 9 into 3 27, 27 into 3 81 വരും. അപ്പോൾ x square is equal to 81. അപ്പോൾ x is equal to എത്രയാണ്? 9 into 9 ആണ് 81. അപ്പോൾ x is equal to 9. നമ്മുടെ വാല്യൂ, എക്സിന്റെ വാല്യൂ എത്രയാണ്? 9 ആണ്. അപ്പോൾ ഓപ്ഷൻ ബി 9 ആയിരിക്കും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? log 64 to the base root 2 is log 64 to the base root 2 is. root 2നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 raised to 1/2 എന്ന് എഴുതാം. 2 raised to 1/2 എന്ന് എഴുതാം.
നമുക്ക് 64നെ 2ന്റെ പവർ ആക്കി എഴുതാൻ പറ്റുമോ? 2 4 4 2 8 8 2 16 16 2 32 32 2 64 2 raised to 6 ആയിരിക്കും. 6 എന്ന് പറയുന്നതാണ് 64. പക്ഷെ ഇവിടുത്തെ ബേസ് എന്താണ്? √2 ആണ്. അപ്പൊ നമുക്ക് 64നെ √2 ബേസ് ആക്കി √2ന്റെ എത്രാമത്തെ പവർ ആണെന്നാണ് നോക്കേണ്ടത്. നമുക്ക് 2നെ √2ന്റെ പവർ ആക്കി എഴുതാമല്ലോ. എങ്ങനെയാണ്? √2² എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2ന് പകരം √2² 10 whole raised to 6 is equal to 64. a raised to m whole raised to n എന്നുള്ള ഫോർമുല ആണ്. അപ്പൊ √2 raised to 12 is equal to 64 എഴുതാം. ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതാം? log √2 raised to 12 raised to the base √2 log x raised to n എന്നുള്ള ഫോർമുല. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? log x എന്ന് എഴുതാം. n log x എന്ന് എഴുതാം. എന്താണ്? 12 log √2 to the base √2. ബേസും ആർഗ്യുമെന്റും സെയിം ആയിട്ട് വരുമ്പോൾ ആൻസർ എന്താണ്? 1 ആണ്. അപ്പൊ 12 into 1 ആൻസർ 12 വരും. ഓപ്ഷൻ എ 12 ആയിരിക്കും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? log 178 to the base 2 √3 is equal to. ചെയ്യാം. 178നെ സിംപ്ലിഫൈ ചെയ്ത് 2 √3യുടെ പവർ ആക്കി എഴുതാൻ പറ്റുമോ എന്ന് നോക്കാം. 178 പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. അപ്പോൾ എത്ര വരും? 8 into 2 16 1 remainder 12 6 into 2 12 8 ആണ്. 4 into 2 വെച്ച് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 4 into 2 8 3 into 2 6 2 into 2 4. അടുത്തത് നമുക്ക് 2 വെച്ച് ചെയ്യാം. അപ്പം എന്താണ്? 2 into 2 4 1 into 2 2 റിമൈൻഡർ 1 വരും. അപ്പം എത്രയാണ്? 12 വരും. 12 വരുമ്പോൾ എന്താണ്? 6 into 2 12. 2 വെച്ച് ചെയ്യാം. എത്രയാണ്? 10 into 2 20 1 റിമൈൻഡർ 16 വരും. 8 2 വെച്ച് ചെയ്യാമല്ലോ. എത്രയാണ്? 2 5 into 2 10 4 into 2 8. വീണ്ടും 2 വെച്ച് ചെയ്യാൻ. എത്രയാണ്? 2 into 2 4 1 remainder 14 വരും. 7 into 2 14. 3 വെച്ച് ചെയ്യാമല്ലോ. 9 into 3 27. വീണ്ടും 3 വെച്ച് ചെയ്യാം. 3 into 3 ആണ് 9. അപ്പോൾ 3 വരും. വീണ്ടും 3 വെച്ച് ചെയ്യാം. 1 വരും. അപ്പോൾ 1728നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 into 2 into 2 into 2 into 2. Number of 2s എത്രയാണ്? 1 2 3 4 5 6 2 3 4 5 6 into എത്രയാണ്? 3 into 3 into 3 എന്ന് നമുക്ക് 1728നെ ഫാക്ടറൈസ് ചെയ്യാം. അപ്പോൾ എത്ര 2 ഉണ്ട്? 6 ഉണ്ട്. അപ്പോൾ 2 raised to 6 3 into 3 raised to 3. നമുക്ക് വേണ്ടത് √3 ആണ്. √3യുടെ സ്ക്വയർ എന്ന് പറയുന്നത് 3 അല്ലേ? അപ്പം നമുക്ക് 3ക്ക് പകരം √3² എഴുതാം. ഇൻറ്റു എന്താണ്? √3² ഹോൾ ക്യൂബ് എന്ന് വരും. ഹോൾ ക്യൂബ് a raised to m ഹോൾ raised to n എന്നാണ്. a raised to m എന്നാണ്. അപ്പം √3 raised to 2 into 3 6 എന്ന് വരും. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 √3 ഹോൾ raised to 6 എന്ന് എഴുതാം. കാരണം എന്താണ്? രണ്ടിൻ്റെയും പവർ സെയിം ആണ്, ബേസ് ഡിഫറെൻ്റ് ആണ്. a raised to n into b raised to n എന്നുള്ള ഫോർമുലയാണ്. അതിനെ നമുക്ക് ab ഹോൾ raised to n എന്ന് എഴുതാം. അപ്പോൾ 2 √3 ഹോൾ raised to 6. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? log 2 √3 ഹോൾ raised to 6 to the base 2 √3 എന്ന് എഴുതാം. log 2 √3 ഹോൾ raised to 6 to the base 2 √3 എന്ന് വന്നു. log x raised to n എന്ന് പറഞ്ഞാൽ നമുക്ക് n log x എന്ന് എഴുതാം. അപ്പം 6 log 2 √3 to the base 2 √3 എന്ന് എഴുതാം. ബേസും ആർഗ്യുമെന്റും സെയിം ആയിട്ട് വരുമ്പോൾ ആൻസർ എത്രയാണ്? 1 ആണ്. അപ്പോൾ 6 into 1 6 ആയിരിക്കും ആൻസർ. ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി 6 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? log 1/81 to the base 9 is equal to. log 1/81 to the base 9 is equal to ആണ് ക്വസ്റ്റ്യൻ. എന്താണ് ഇവിടുത്തെ ബേസ്? 9 ആണ്. അപ്പോൾ നമുക്ക് 81ൻ്റെ 9ൻ്റെ പവർ ആക്കി എഴുതണം. 81 9 into 9 എന്ന് പറയുന്നത് 81 അല്ലേ? അപ്പോൾ നമുക്ക് 81ന് പകരം 9² എഴുതാമല്ലോ. 81ന് പകരം 9² എഴുതാം. അപ്പോൾ 1/81നെ നമുക്ക് എങ്ങനെ എഴുതാം? 1/9² എന്ന് എഴുതാം. അതിനെ എങ്ങനെ എഴുതാം? 1/9 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. 9 ഹോൾ സ്ക്വയർ എഴുതാം. 1/9 നമുക്ക് എങ്ങനെ എഴുതാം? 9 raised to -1 എന്ന് എഴുതാം. അപ്പോൾ 9 raised to -1 ഹോൾ സ്ക്വയർ
ഇതെത്ര ആയിരിക്കും 9⁻². കാരണം എന്താണ് a⁻m (n) എന്നുള്ള ഫോർമുല ആണ്. അപ്പോൾ a⁻m എന്ന് എഴുതാം. അപ്പോൾ -1 × 2 -2 9⁻². അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? log 9⁻² to the base 9 എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഇവിടെ എന്ത് വരും? log x⁻n ന്റെ ഫോർമുല ആയി. അപ്പോൾ നമുക്ക് n log x എന്ന് എഴുതാം. അപ്പോൾ -2 log 9 to the base 9 എന്ന് എഴുതാം. ബേസും ആർഗ്യുമെന്റും സെയിം ആണ്. അപ്പോൾ നമുക്ക് ആൻസർ 1 വരും. അപ്പോൾ -2 × 1 -2 ആയിരിക്കും ആൻസർ. അത് എത്രയാണ്? ഓപ്ഷൻ സി ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? log 0.065 to the base 2 is log 0.0625 to the base 2 is equal to എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. എന്ത് വരും? 0.0625 നമുക്ക് എങ്ങനെ എഴുതാം? 4 ഡെസിമൽ പ്ലേസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്താണ്? 625 ഡിവൈഡഡ് ബൈ 10,000. അപ്പം 625 എന്ന് പറഞ്ഞാൽ ഏതാണ്? 25ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ 25 സ്ക്വയർ ഡിവൈഡഡ് ബൈ 100 സ്ക്വയർ ആണ് 10,000. a⁻n by b⁻n എന്നുള്ള ഫോർമുല. അപ്പോൾ നമുക്ക് a/b (n) എന്ന് എഴുതാമല്ലോ. അപ്പോൾ എന്താണ്? 25/100 (2) എന്ന് എഴുതാം. 25/100 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്രയാണ്? 1/4 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. 25 × 4 ആണ് 100. അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/4 എന്ന് എഴുതാം. 25/100 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 1/4 ഹോൾ സ്ക്വയർ എന്നാകും. നമ്മുടെ ബേസ് എത്രയാണ്? ഇവിടെ 2 ആണ് ബേസ്. അപ്പോൾ നമുക്ക് എന്താണ്? 0.0625നെ 2ന്റെ പവർ ആക്കിയാണ് എഴുതേണ്ടത്. 2 ബേസ് ആക്കിയാണ് എഴുതേണ്ടത്. 1/4 ഹോൾ സ്ക്വയറിന് നമുക്ക് എങ്ങനെ എഴുതാം? 4⁻1 ഹോൾ സ്ക്വയറിന് എഴുതാമല്ലോ. 1/4നെ 4⁻1 എന്ന് എഴുതാം. അപ്പം 1/4 ഹോൾ സ്ക്വയർ 4⁻1 ഹോൾ സ്ക്വയറിനാകും. a⁻m (n) അപ്പോൾ a⁻mn. അപ്പം -1 × 2 -2. 4 എന്ന് പറയുന്നത് 2ന്റെ സ്ക്വയർ ആണല്ലോ. അപ്പോൾ 2 സ്ക്വയർ ഹോൾ (2) എന്ന് എഴുതാം. ഇത് എത്ര വരും? 2⁻⁻4 എന്ന് വരും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്ത് വരും? log 2⁻⁻4 ബേസ് 2 എന്ന് വരുമല്ലോ. log 0.065 to the base 2നെ നമുക്ക് log 2⁻⁻4 to the base 2 എന്ന് എഴുതാം. ഇതിനെ എങ്ങനെ എഴുതാം? -4 log 2 to the base 2 എന്ന് എഴുതാം. ആൻസർ എത്ര വരും? -4 ആയിരിക്കും. ബേസും ആർഗ്യുമെന്റ് സെയിം ആണ്. അപ്പോൾ log 2 the base 2 എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ -4 × 1 -4 ആയിരിക്കും ആൻസർ വരുന്നത്. log 0.0625 to the base 2ന്റെ ആൻസർ -4 ആയിരിക്കും. ഇത് നമ്മുടെ ഓപ്ഷനിലുണ്ടോ? ഇല്ല. അപ്പോൾ എന്തായിരിക്കും ആൻസർ? നൺ ഓഫ് ദീസ് ആയിരിക്കും. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ആയിരിക്കും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഗിവൺ log 2 = 0.3010, log 3 = 0.4771, then value of log 6 is എന്നാണ് ക്വസ്റ്റ്യൻ. log 6 ആണ് കണ്ടുപിടിക്കേണ്ടത്. 6നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 3 എന്ന് എഴുതാമല്ലോ. തന്നിരിക്കുന്നത് 2ഉം 3 ആണ്. log 6നെ log of 2 × 3 എന്ന് എഴുതാം. log of 2 × 3 എന്താണ്? log ab മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? log 2 + log 3 എന്ന് എഴുതാം. log ab എന്ന് പറഞ്ഞാൽ log a + log b ആണ്. അപ്പോൾ log 2 + log 3 എന്ന് എഴുതാം. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് എന്താണ്? log 2 തന്നിട്ടുള്ളത് എത്രയാണ്? 0.3010 പ്ലസ് log 3 എത്രയാണ്? 0.4771 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 0 + 1 1, 7 + 7 8, 0 + 7 7, 3 + 4 7, 0 + 0 0. അപ്പോൾ 0.7781 ആയിരിക്കും ആൻസർ. ഓപ്ഷൻ സി 0.7781 ആയിരിക്കും ആൻസർ. log 16 ആണ് കണ്ടുപിടിക്കേണ്ടത്. എല്ലാത്തിൻ്റെയും ബേസ് എന്താണ്? 2 ആണ്. അപ്പോൾ log of 16 ആണ് ക്വസ്റ്റ്യൻ. log 16 ആണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഈ ലോഗിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. എന്താണ്? ബേസ് 2 ആണ്, ആർഗ്യുമെന്റ് 16 ആണ്. അപ്പോൾ ആർഗ്യുമെന്റിനെ നമുക്ക് ബേസ് 2 ആക്കി എഴുതാമല്ലോ. ആയ 16നെ നമുക്ക് ബേസ് 2 ആക്കി എഴുതാമല്ലോ. എന്താണ്? 2⁻4 എന്ന് പറയുന്നത് 16 ആണ്. 2 × 2 4, 4 × 2 8, 8 × 2 16. 2⁻4 എന്ന് 16നെ നമുക്ക് എഴുതാം. എന്ത് വരും? 2⁻4.
ലോഗ് എക്സ് റേസ് ടു n എന്നുള്ള ഫോർമുല ഇല്ലേ, ലോഗ് എക്സ് റേസ് ടു n എന്താണ്, n ലോഗ് എക്സ് ആണ്. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാം, ലോഗ് 2 ഓഫ് ലോഗ് ബേസ് 2 ഓഫ് n എത്രയാണ്, 4 ആണ്. 4 ലോഗ് 2 ടു ദ ബേസ് 2 എന്ന് എഴുതാമല്ലോ. ലോഗ് 2 ടു ദ ബേസ് 2 എത്രയാണ്, 1 ആണ്. ബേസും ആർഗ്യുമെന്റും സെയിം ആണ്, അപ്പോൾ ആൻസർ 1 വരും. 4 into 1 4 ആയിരിക്കും ആൻസർ. ലോഗ് ഓഫ് എന്ത് വരും, 4 ആയിരുന്നു വരും. എല്ലാത്തിൻ്റെയും ബേസ് എന്താണ്, 2 ആണ്. 4നെ നമുക്ക് 2ൻ്റെ പവർ ആക്കി എഴുതാമല്ലോ, 2 ബേസ് ആക്കി എഴുതാം. എന്താണ് 2 into 2 എന്ന് പറഞ്ഞാണ് 4, അപ്പോൾ 2 സ്ക്വയർ എന്ന് എഴുതാം. log of 2 square to the base 2. വീണ്ടും ഇത് ഏത് ഫോർമുലായി, ലോഗ് എക്സ് റേസ് ടു n എന്നുള്ള ഫോർമുലായി. അപ്പോൾ നമുക്ക് n ലോഗ് എക്സ് എന്ന് എഴുതാം. n എത്രയാണ്, 2 ആണ്. അപ്പോൾ log of 2 into log 2 of base 2 ഇനി എന്താ, ബേസും ആർഗ്യുമെന്റും 2 ആണ്. എന്താണ് ആൻസർ വരുന്നത്, 1 ആയിരിക്കും. അപ്പോൾ എന്താണ് 2 into 1 എന്ന് വരും. log of 2 to the base 2, ഇതിൻ്റെ ആൻസർ എത്രയാണ്, 1 വരും. ബേസും ആർഗ്യുമെന്റും 2 ആണ്, അപ്പോൾ ആൻസർ 1 വരും. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി 1 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, the value of log 1/3 to the base 9. log 1/3 to the base 9. ഇവിടെ ബേസ് എന്താണ്, 9 ആണ്, ആർഗ്യുമെന്റ് 1/3 ആണ്. അപ്പം 3 സ്ക്വയർ എന്ന് പറയുന്നതാണ് 9 എന്ന് പറയുന്നത്. നമുക്ക് 3നെ എങ്ങനെ എഴുതാം, 3 is equal to √9 എഴുതാമല്ലോ. അതായത് എന്താണ് √9 എന്ന് പറഞ്ഞാൽ 9 raised to 1/2 എന്ന് എഴുതാം. ഇവിടെ എന്താണ് ആർഗ്യുമെന്റ് 1/3 ആണ്. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, 3 raised to -1 എന്ന് എഴുതാം. 3ക്ക് വരെ എന്ത് എഴുതാം, 9 raised to 1/2 എന്ന് എഴുതാം. അപ്പോൾ 9 raised to 1/2 whole raised to -1 എന്ന് എഴുതാം. a raised to m whole raised to n എന്നുള്ള ഫോർമുല ഇല്ലേ, അപ്പോൾ 1/2 into -1 -1/2. അപ്പോൾ 9 raised to -1/2. അപ്പോൾ നമുക്ക് ലോഗ് 1/3ക്ക് വരെ എന്ത് എഴുതാം, 9 raised to -1/2 to the base 9. log x raised to n എന്നുള്ള ഫോർമുല ആയപ്പോൾ n log x എന്ന് എഴുതാം. ഇവിടെ n എന്താണ്, -1/2. അപ്പോൾ -1/2 log 9 to the base 9 എന്ന് എഴുതാം. ഇവിടെ ബേസും ആർഗ്യുമെന്റും സെയിം ആയി, അപ്പോൾ ആൻസർ എത്ര വരും, 1 വരും. -1/2 into 1 എന്നായിരിക്കും. അത് എത്രയാണ്, -1/2 ആയിരിക്കും. -1/2 എന്നുള്ളത് എത്രയാണ്, ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, if log x plus log y is equal to log of x plus y can be expressed as, if log x plus log y is equal to log of x plus y, then y can be expressed as എന്നാണ് ക്വസ്റ്റ്യൻ. log x plus log y എന്നുള്ളത് നമ്മൾ എപ്പോഴാണ് എഴുതുന്നത്, മൾട്ടിപ്ലിക്കേഷൻ വരും. അപ്പോൾ log of x y എന്ന് എഴുതാമല്ലോ. log of x y എന്ന് പറയുന്നതാണ് എന്ത്, log x plus log y എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് log x plus log y-ക്ക് പകരം log of x y എന്ന് എഴുതാം. is equal to, ഇവിടെ റൈറ്റ് സൈഡ് എന്താണ്, log of x plus y. രണ്ട് സൈഡിലും ലോഗ് ആണ്. log a is equal to log b എന്ന് പറഞ്ഞാൽ നമുക്ക് a equal to b എന്ന് എഴുതാമല്ലോ, ആർഗ്യുമെന്റ്സ് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താണ്, x y is equal to x plus y എന്ന് എഴുതാമല്ലോ. അപ്പോൾ x y is equal to x plus y. ഇത് നമുക്ക് വേണ്ടിയതാണ് എന്താണ്, y-നെ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ y-യുടെ ടേംസ് എല്ലാം നമുക്ക് ലെഫ്റ്റിലേക്ക് ഉണ്ട്. അപ്പോൾ എന്താണ്, x y ഇവിടെ എന്താണ്, പ്ലസ് y ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ -y ആകും. x y minus y is equal to, ഇവിടെ എന്താണ്, x. ഈ രണ്ട് ടേമിലും y കോമൺ ആണല്ലോ, നമുക്ക് y കോമൺ എടുക്കാം. അപ്പം മിച്ചം എന്ത് വരും, x y-ക്കകത്തുനിന്ന് y കോമൺ എടുത്താൽ മിച്ചം x വരും, മൈനസ് y-ക്കകത്തുനിന്ന് y കോമൺ എടുത്താൽ മിച്ചം 1 is equal to x. y is equal to എന്താണ്, x minus 1 എന്നുള്ളത് y ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താണ് കിടക്കുന്നത്. അപ്പോൾ അപ്പുറം പോകുമ്പോൾ എന്താകും, ഡിവിഷൻ ആകും. അപ്പോൾ x divided by x minus 1 ഇതായിരിക്കും ആൻസർ. ക്വസ്റ്റ്യൻ എന്താണ്, log of 27 cube. log to the base 2 ആണ്,
സെക്കൻഡ് ലോഗിന്റെ ബേസ് എന്താണ് 2 ആണ്. തേർഡ് ലോഗിന്റെ ബേസ് 3 ആണ്. ഫോർത്ത് ലോഗിന്റെ ബേസ് 3 ആണ്. ഫോർത്ത് ലോഗിന്റെ ആർഗ്യുമെന്റ് എത്രയാണ് 27 ക്യൂബാണ്. നമുക്ക് 27നെ 3യുടെ പവർ ആക്കി എഴുതാമല്ലോ. എങ്ങനെയാണ് 3 ക്യൂബ് എന്ന് പറയുന്നത് 27 ആണ്. അപ്പോൾ 27ന് പകരം നമുക്ക് 3 ക്യൂബ് എന്ന് എഴുതാമല്ലോ. 27ന് പകരം 3 ക്യൂബ് എന്ന് എഴുതാം. 27 ക്യൂബ് എന്നാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ 27 ക്യൂബ് വരുമ്പോൾ 3 ക്യൂബ് ഹോൾ ക്യൂബ് എന്ന് വരും. എന്ന് വെച്ചാൽ a⁻m ഹോൾ റേസ് ടു n ഫോർമുലായി. അപ്പോൾ a⁻m എന്ന് എഴുതാം. 3 × 3 9 എഴുതാം. 27 ക്യൂബിന് പകരം നമുക്ക് എന്ത് എഴുതാം 3⁻9 എന്ന് എഴുതാം. ഇതിപ്പോൾ ഏത് ഫോർമുലായി log x⁻n എന്നുള്ള ഫോർമുലായി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം n log x എന്ന് എഴുതാം. ഇവിടെ n എത്രയാണ് 9 ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം 9 log 3n to the base 3 എന്ന് എഴുതാം. log 3 to the base 3 എത്രയാണ് ആൻസർ 1 ആയിരിക്കും. അപ്പം log of 9 എന്ന് എഴുതാമല്ലോ. log of 9 to the base 3 എന്ന് എഴുതാം. 9 നമുക്ക് എങ്ങനെ എഴുതാം 3 സ്ക്വയറിന് എഴുതാമല്ലോ. അപ്പം 9 = 3 സ്ക്വയറിന് എഴുതാം. 9 പകരം നമുക്ക് എങ്ങനെ എഴുതാം 3 സ്ക്വയറിന് എഴുതാം. വീണ്ടും ഏത് ഫോർമുലായി log x⁻n എന്നുള്ള ഫോർമുലായി. ഇപ്പം നമുക്ക് എങ്ങനെ എഴുതാം n log x എന്ന് എഴുതാം. അപ്പം 2 log 3 എന്ന് എഴുതാം. 2 log 3 to the base 3 എന്ന് എഴുതാം. അപ്പം ഇതിൻ്റെ ആൻസർ എത്ര വരും 1 ആയിരിക്കും. log 3 to the base 3 എന്ന് പറയുമ്പം ആൻസർ 1 ആയിരിക്കും. കാരണം എന്താണ് ബേസും ആർഗ്യുമെൻറ്റും സെയിം ആണ്. ഇപ്പം ഇനി എന്താണ് log 2 to the base 2 എന്നാണ്. ഇവിടെ ബേസ് 2 ആണ്, ആർഗ്യുമെൻറ്റ് 2 ആണ്. അപ്പം എത്രയായിരിക്കും ആൻസർ 1 ആയിരിക്കും. ഇതിൻ്റെ ആൻസർ 1 വരും. log 1 to the base 2 എന്നാണ്. ആർഗ്യുമെന്റ് 1 വന്നാൽ ആൻസർ എപ്പോഴും എത്രയായിരിക്കും 0 ആയിരിക്കും. ഇവിടുത്തെ ആൻസർ എത്രയായിരിക്കും 0 ആയിരിക്കും. അതെത്രയാണ് ഓപ്ഷൻ സി ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് if log x to the base 2 plus log x to the base 4 plus log x to the base 16 is equal to 21/4. See, this x is equal to ഇതിനകത്ത് എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്ന എന്താണ് log x to the base 2 plus log x to the base 4 plus log x to the base 16 is equal to 21/4. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. log a plus log b plus log c എന്നുള്ള ഫോർമുലയിലേക്ക് കിടക്കുന്ന log a plus log b plus log c എന്നുള്ള ഫോർമുലയാണ്. അപ്പം നമുക്ക് അതിനെ എങ്ങനെ എഴുതാം log a b c എന്ന് എഴുതാം. പ്രൊഡക്റ്റ് ആക്കി എഴുതാം. അപ്പം എന്താണ് പക്ഷേ ഇവിടെ എന്താണ് എല്ലാത്തിൻ്റെയും ബേസ് ഡിഫറെൻ്റ് ആണ്. എല്ലാത്തിൻ്റെയും ബേസ് ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ ബേസ് 2 ആണ്, ഇതിൻ്റെ ബേസ് 4 ആണ്, ഇതിൻ്റെ ബേസ് 16 ആണ്. അപ്പം നമുക്ക് ബേസ് സെയിം ആക്കണം. പിന്നെ ഇവിടെ എന്താണ് പ്രത്യേകത ഓരോ ബേസ് എന്ന് പറയുന്നത് 2ൻ്റെ പവേഴ്സ് ഒക്കെയാണ് പോകുന്നത്. 4 എന്ന് പറയുന്നത് നമുക്ക് 2 സ്ക്വയർ അല്ലേ 4. 16 എന്ന് പറയുന്നത് 2⁻4 ആണ്. നമുക്ക് എങ്ങനെ എഴുതാം log x to the base 2 plus log x to the base 2 സ്ക്വയർ എന്ന് എഴുതാമല്ലോ. 4ന് പകരം പ്ലസ് log x to the base 2⁻4 എന്ന് എഴുതാം is equal to 21/4. x to the base b raised to n is equal to 1/n log x to the base b എന്ന് എഴുതാം. log x to the base b raised to n നെ നമുക്ക് 1/n log x to the base b എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എന്താണ് log x to the base 2 plus 2 സ്ക്വയറിനാണ്. 2 സ്ക്വയറിനാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം 1/2 log x എന്ന് എഴുതാം പ്ലസ് 2⁻4 എന്നാണ് ബേസ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം 1/4 log x എന്ന് എഴുതാം is equal to എന്താണ് 21/4. ഇത് ഏത് ഫോർമുലായി n log x എന്നുള്ള ഫോർമുലായില്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം log x⁻n എന്ന് എഴുതാമല്ലോ. log x⁻1/2 എന്ന് എഴുതാം. ഇവിടെ 1/4 log x n log x എന്നാണ്. അപ്പോൾ log x⁻1/4 എന്ന് എഴുതാം. log a plus log b plus log c എന്നുള്ള ഫോർമുല ആയില്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം log a b c എന്ന് എഴുതാം. എല്ലാത്തിൻ്റെയും ബേസ് ഇവിടെ സെയിം ആണ് 2 ആണ്. അതുകൊണ്ട് നമുക്ക് log a b c എന്ന് എഴുതാം. log x⁻1/2 into x⁻1/4 to the base 2.
എത്രയാണ് റൈറ്റ് സൈഡ്? 21/4. മൾട്ടിപ്ലിക്കേഷൻ ആണ്, ബേസ് സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? പവേഴ്സ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും? x raised to 1 plus 1/2 plus 1/4 എന്ന് വരും. അത് എത്രയാണ്? 1 plus 1/2 plus 1/4 എത്ര വരും? 1/2 plus 1/4 3/4 വരും. 1 plus 3/4 വരും. 4 plus 3/4 7/4 എന്ന് വരും. അപ്പം എന്താണ്? x raised to 7/4 എഴുതാം. log x raised to 7/4 to the base 2 is equal to 21/4. ഇവിടെ എന്താണ്? log x raised to n എന്നുള്ള ഫോർമുല. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 7/4 n log x എന്ന് എഴുതാം. അപ്പോൾ 7/4 log x to the base 2 എന്ന് എഴുതാം. is equal to എത്ര വരും? 21/4. then log x to the base 2 is equal to, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താണ് 7. അപ്പോൾ റൈറ്റിലേക്ക് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. അപ്പോൾ 21/4 into 7 4 ഡിവൈഡ് ചെയ്താണ്. അപ്പോൾ വരുമ്പോൾ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആകും. 4ഉം 4ഉം ക്യാൻസൽ ആകും. ഡിവൈഡ് ബൈ 7 എത്രയാണ്? 3 വരും. അപ്പോൾ log x to the base 2 എന്ന് പറയുന്നത് 3യോട് ഈക്വൽ ആയിരിക്കും. log x to the base 2 is equal to 3 എന്നാണ് നമുക്ക് കിട്ടിയത്. ഇതിനകത്ത് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്താണ്? ലോഗരിതം എന്ന് പറയുന്നത് എന്താണ്? ഫംഗ്ഷൻ ഓഫ് എക്സ്പോണൻഷ്യൽ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിന്റെ ബേസും എത്രയായിരിക്കും? 2 ആയിരിക്കും. പവർ എത്ര വരും? 3 ആയിരിക്കും. എക്സിന്റെ വാല്യൂ ആർഗ്യുമെന്റ് ഈസ് ഇക്വൽ ടു 2 ക്യൂബ് എന്ന് വരും. അപ്പോൾ അത് എത്രയാണ്? എക്സ് ഈസ് ഇക്വൽ ടു 8 ആയിരിക്കും ആൻസർ. ഓപ്ഷൻ എ 8 ആയിരിക്കും ഇതിന്റെ ആൻസർ. Given that log 2 to the base 10 is equal to x and log 3 is the base 10 is equal to y, the value of log 60 to the base 10 is expressed as log 2 to the base 10 x എന്നും log 3 to the base 10 y എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ log 60 to the base 10 ആണ് കണ്ടുപിടിക്കുന്നത്. എല്ലാത്തിൻ്റെയും ബേസ് ഇവിടെ സെയിം ആണ്. 16 നമുക്ക് 2 into 3 into 10 എന്ന് എഴുതാം. അപ്പം എങ്ങനെയാണ്? log of 2 into 3 into 10 to the base 10 എന്ന് എഴുതാമല്ലോ. 2 into 3 into 10 എന്ന് പറഞ്ഞാൽ 60 ആണ്. നമുക്ക് 60ക്ക് പകരം 2 into 3 into 10 എന്ന് എഴുതാം. ഏത് ഫോർമുല ആണ്? log of a b c എന്നുള്ള ഫോർമുലായി. log of a b c എന്ന് പറഞ്ഞാൽ എന്താണ്? log a plus log b plus log c. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? log 2 to the base 10 plus log 3 to the base 10 plus log 10 to the base 10. log 2 എന്ന് പറഞ്ഞാൽ എന്താണ്? log 2 to the base 10 എന്താണെന്നാണ് തന്നിരിക്കുന്നത്? x എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. log 3 to the base 10 എന്നുള്ളത് y എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പ്ലസ് log 10 to the base 10 എത്രയാണ്? 1 ആണ്. അപ്പോൾ x plus y plus 1 എന്ന് പറയുന്നത് log 60 to the base 10നെ x plus y plus 1 എന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. that log 2 to the base 10 is equal to x and log 3 to the base 10 is equal to y, then the 1.2 to the base 10 is expressed in terms of x and y as. നമുക്ക് 1.2നെ എങ്ങനെ എഴുതാം? 12/10 എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? is equal to log 1.2നെ നമുക്ക് 12/10 to the base 10 എന്ന് എഴുതാം. is equal to log a by b എന്നുള്ള ഫോർമുല ഇല്ലേ? log a by b എന്ന് പറഞ്ഞാൽ എന്താണ്? log a minus log b. അപ്പോൾ log 12 to the base 10 minus log 10 to the base 10 എന്ന് എഴുതാമല്ലോ. log 12നെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? നമുക്ക് വേണ്ടത് 2ന്റെയും 3ന്റെയും ടേംസിലാണ്. അപ്പോൾ 2 into 2 into 3 എന്ന് നമുക്ക് 12നെ എക്സ്പ്രസ് ചെയ്യാമല്ലോ. അങ്ങനെയാണ് log of 2 into 2 into 3 to the base 10 എന്ന് നമുക്ക് എഴുതാമല്ലോ. മൈനസ് log 10 to the base 10 എന്ന് പറയുന്ന ആൻസർ എത്രയാണ്? 1 ആണ്. നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? log a b c എന്നുള്ള ഫോർമുലായി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? log a plus log b plus log c എന്ന് എഴുതാം. അപ്പോൾ log 2 plus log 2 plus log 3 എന്ന് എഴുതാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസ് എത്രയാണ്? 10 ആണ്. മൈനസ് 1. 2 to the base 10 എന്ന് പറയുന്നത് എന്താണ്? x ആണ്. x plus log 3 to the base 10 എന്ന് പറയുന്നത് y ആണ്. മൈനസ് 1. x plus x 2x plus y minus 1. 2x plus y minus 1 എന്ന് പറയുന്നത്
നോട്ട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ലോഗ് 1.2 ടു ദ ബേസ് 10 എന്ന് പറയുന്നത് 2x പ്ലസ് വൈ മൈനസ് 1 എന്നാണ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. Given that log x is equal to m plus n and log y is equal to m minus n, then express log 10x by y square in terms of 10x by y square നെ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് log a by b എന്നുള്ള ഫോർമുല ആണ്. log a by b എന്ന് പറഞ്ഞാൽ log a minus log b ആണ്. അപ്പോൾ log 10x minus log y square എന്ന് എഴുതാമല്ലോ. log 10x minus log y square എന്ന് എഴുതാം. log y square എന്നുള്ളത് ഏത് ഫോർമുല? log x raised to n എന്നുള്ള ഫോർമുല ആണ്. log x raised to n എന്ന് പറഞ്ഞാൽ എന്താണ്? n log x ആണ്. മൈനസ് 2 log y എന്ന് എഴുതാമല്ലോ. then log of 10x എന്ന് പറഞ്ഞാൽ എന്താണ്? log b എന്നുള്ള ഫോർമുല ആണ്. log a b നെ നമുക്ക് എങ്ങനെ എഴുതാം? log a plus log b എന്ന് എഴുതാം. അപ്പോൾ എന്താണ്? log 10 plus log x മൈനസ് 2 log y എന്ന് എഴുതാം. log x എന്ന് പറഞ്ഞാൽ എന്താണ്? m പ്ലസ് n ആണ്. അപ്പോൾ log 10 പ്ലസ് m പ്ലസ് n മൈനസ് 2 log y എന്ന് പറഞ്ഞാൽ എന്താണ്? m മൈനസ് n ആണ്. എന്താണ്? 1 ആണ്. പ്ലസ് m പ്ലസ് n മൈനസ് 2 കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ്? മൈനസ് 2m minus 2 into minus n plus 2n is equal to 1 plus m minus 2m എത്ര വരും? മൈനസ് m n plus 2n എത്രയാണ്? പ്ലസ് 3n. 1 minus m plus 3n ആയിരിക്കും ആൻസർ. ഇതാണ് ഓപ്ഷൻ എ ആയിരിക്കും. ഈ ക്വസ്റ്റ്യനിൽ എന്താണ്? ബേസ് സ്പെസിഫൈ ചെയ്തിട്ടില്ല. ബേസ് 10 ആയിട്ട് അസ്യൂം ചെയ്താൽ മതി. ബേസ് 10 ആകുന്നത് കൊണ്ടാണ് log 10 ടു ദ ബേസ് 10 എന്ന് വരും. log 10 ടു ദ ബേസ് 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 വരും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ സിംപ്ലിഫൈഡ് വാല്യൂ ഓഫ് 2 log 5 ടു ദ ബേസ് 10 പ്ലസ് log 8 ടു ദ ബേസ് 10 മൈനസ് 1/2 log 4 ടു ദ ബേസ് 10. ഇത് n log x എന്നുള്ള ഫോർമുല അല്ലേ? n log x നമുക്ക് എങ്ങനെ എഴുതാം? log x raised to n എന്ന് എഴുതാം. എന്താണ്? log 5 സ്ക്വയർ എന്ന് എഴുതാം. log 5 സ്ക്വയർ ടു ദ ബേസ് 10 log 8 ടു ദ ബേസ് 10 മൈനസ് 1 ഏത് ഫോർമുല ആണ്? n log x എന്നുള്ള ഫോർമുല. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? log 4 raised to 1/2 to the base 10 എന്ന് എഴുതാമല്ലോ. എന്താണ്? log 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് 25 എഴുതാം. അപ്പോൾ log of 25 to the base 10 plus log 8 to the base 10 minus raised to 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? root of 4. root of 4 എത്രയാണ്? 2. അപ്പോൾ log 2 to the base 10 എന്ന് എഴുതാം. log a plus log b എന്നുള്ള ഫോർമുല അല്ലെ? log a plus log b എന്താണ്? log a b ആണ്. അപ്പോൾ എഴുതാം log 25 into 8 to the base 10 എന്ന് എഴുതാം മൈനസ് log 2 to the base 10 എന്ന് എഴുതാം. log a മൈനസ് log b എന്നുള്ള ഫോർമുല ആയില്ലേ? അപ്പോൾ log a മൈനസ് log b എന്താണ്? log a by b. നമുക്ക് എങ്ങനെ എഴുതാം? log 25 into 8 divided by 2 എന്ന് എഴുതാമല്ലോ. log of 25 into 8 divided by 2. അപ്പോൾ ആൻസർ എത്ര വരും? 8/2 4 ആണ്. അപ്പോൾ 25 into 4 100. അപ്പോൾ log 100 എന്ന് വരും. log 100 to the base 10 ആണ്. 100 എന്ന് പറഞ്ഞാൽ നമുക്ക് 10 സ്ക്വയർ എന്ന് എഴുതാമല്ലോ. അപ്പോൾ എന്താണ്? log 10 സ്ക്വയർ to the base 10 എന്ന് എഴുതാം. ഇത് ഏത് ഫോർമുലായി? log x raised to n എന്നുള്ള ഫോർമുലായി നമുക്ക് n log x എന്ന് എഴുതാമല്ലോ. അപ്പോൾ 2 log 10 to the base 10 എന്ന് വരും. ആൻസർ എത്ര വരും? 2 ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ സി 2 ആയിരിക്കും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? log of 1 മൈനസ് curly ബ്രാക്കറ്റിനുള്ളിൽ 1 മൈനസ് 1 മൈനസ് x square whole raised to minus 1 the whole raised to minus 1 whole raised to minus 1/2. ഇത് നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് ബ്രാക്കറ്റ് ഏതാണ്? 1 മൈനസ് x square whole raised to minus 1 ആണ്. 1 മൈനസ് x square whole raised to minus 1 എങ്ങനെ എഴുതാം? 1/1 മൈനസ് x square എന്ന് എഴുതാമല്ലോ. 1/1 മൈനസ് x square എന്ന് എഴുതാം. അടുത്ത ബ്രാക്കറ്റ് ഏതാണ്? 1 മൈനസ് 1 മൈനസ് x square whole raised to minus 1 എന്നാണ്.
അപ്പം എന്താണ് 1 മൈനസ് 1 മൈനസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു മൈനസ് 1. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് 1/1 മൈനസ് എക്സ് സ്ക്വയർ എഴുതാം. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. 1ഉം 1ഉം ക്യാൻസൽ ആയി വെച്ചാൽ എന്താണ്? മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. ഇനി ഇതെന്താണ്? ഇതേ ഹോൾ റേസ് ടു മൈനസ് 1 എന്നാണ്. ഇപ്പം ഹോൾ റേസ് ടു മൈനസ് 1, ഇത് ഹോൾ റേസ് ടു മൈനസ് 1 വരുമ്പോൾ എന്താണ്? റെസിപ്രോക്കൽ എടുത്താൽ മതി. ഇപ്പം എന്താണ്? 1 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. അപ്പോൾ നമുക്ക് ചെയ്യാമല്ലോ. എന്താണ്? ലോഗ് ഓഫ് 1 മൈനസ് ഈ ബ്രാക്കറ്റ്, കർലി ബ്രാക്കറ്റിൻ്റെ ആൻസർ എന്താണ്? 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ മൈനസ് എക്സ് സ്ക്വയർ. മൈനസും മൈനസും പ്ലസ് ആകും. which എന്ത് വന്നു? 1 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ എന്ന് വരും. ഹോൾ റേസ് ടു എന്താണ്? മൈനസ് 1/2. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു മൈനസ് 1/2 എന്ന് വരും. എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പോയി മിച്ചം എന്താണ്? 1. അപ്പോൾ 1 log of 1 എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു മൈനസ് 1/2. എക്സ് സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് റേസ് ടു മൈനസ് 2 എന്ന് എഴുതാം. അപ്പോൾ log ഓഫ് എക്സ് റേസ് ടു മൈനസ് 2 ഹോൾ റേസ് ടു മൈനസ് 1/2. എക്സ് റേസ് ടു മൈനസ് 2 ഹോൾ റേസ് ടു മൈനസ് 1/2. മൈനസ് 2 ഇൻറ്റു മൈനസ് 1/2 എന്ന് വരും. അത് എത്രയാണ്? 1 ആണ്. അപ്പോൾ ലോഗ് എക്സ് റേസ് ടു 1 എന്ന് വരും. ലോഗ് എക്സ് റേസ് ടു 1 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണ്? ലോഗ് എക്സ്. ഓപ്ഷൻ ബി ലോഗ് എക്സ് ആയിരിക്കും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ സിംപ്ലിഫൈഡ് വാല്യൂ ഓഫ് ലോഗ് ഓഫ് 4th root of 729 cube root of 9 raised to minus 1 into 27 raised to minus 4/3. 9 raised to minus 1 എന്നുള്ളത് എങ്ങനെ എഴുതാം? 9 raised to minus 1 എന്നുള്ളത് 1/9 എഴുതാം. into 27 raised to minus 4/3 ആണ്. നമുക്ക് എങ്ങനെ എഴുതാം? 1/27 raised to 4/3 എന്ന് എഴുതാം. 1/9 എന്നുള്ളത് ഏതാണ്? 3 സ്ക്വയർ ആണ്. അപ്പോൾ 1/3 സ്ക്വയർ ഇൻറ്റു 1/27 എന്നുള്ളത് 3 ക്യൂബ് ആണ്. അപ്പോൾ 3 ക്യൂബ് ഹോൾ റേസ് ടു 4/3 എന്ന് എഴുതാം. 3ഉം 3ഉം ക്യാൻസൽ ആയി വെച്ചാൽ എന്താണ്? 3 റേസ് ടു 4 എന്ന് വരും. എന്താണ്? 1/3 സ്ക്വയർ ഇൻറ്റു 3 റേസ് ടു 4 എന്ന് എഴുതാം. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എം എന്നുള്ള ഫോർമുല ആയിട്ട് എന്ത് ചെയ്യാം? എ റേസ് ടു എം പ്ലസ് എൻ എന്ന് എഴുതാം. അപ്പം 3 റേസ് ടു 2 പ്ലസ് 4 എന്ന് ചെയ്യാം. 3 റേസ് ടു 2 പ്ലസ് 4 എത്രയാണ്? 2 പ്ലസ് 4 6 വരും. അപ്പോൾ 1/3 റേസ് ടു 6 എന്ന് എഴുതാം. ഇനി എന്താണ്? ഇതിൻ്റെ ക്യൂബ് റൂട്ടാണ്. ഇപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 9 റേസ് ടു മൈനസ് 1 ഇൻറ്റു 27 റേസ് ടു മൈനസ് 4/3 ആണ്. കണ്ടു? ക്യൂബ് റൂട്ട് വരുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? റേസ് ടു 1/3 എന്ന് എഴുതാം. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? 9 റേസ് ടു മൈനസ് 1 ഇൻറ്റു 27 റേസ് ടു മൈനസ് 4/3 എത്രയാണ്? 1/3 റേസ് ടു 6. 1/3 റേസ് ടു 6 ഹോൾ റേസ് ടു 1/3 എന്ന് എഴുതാം. 1/3 റേസ് ടു 6 നമുക്ക് എങ്ങനെ എഴുതാം? 1/3 ഹോൾ റേസ് ടു 6 എന്ന് എഴുതാമല്ലോ. അപ്പോൾ 1/3 ഹോൾ റേസ് ടു 6 ഈ ഹോൾ റേസ് ടു 1/3 എന്ന് വരും. അപ്പോൾ എന്താണ്? 1/3 ഹോൾ റേസ് ടു 6/3 എന്ന് വരും. 6/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2. അപ്പോൾ 1/3 ഹോൾ റേസ് ടു 2 എന്നായിരിക്കും. ഇനി എന്താണ്? നമുക്കിപ്പോൾ കിട്ടിയത് ക്യൂബ് റൂട്ട് ഓഫ് 9 റേസ് ടു മൈനസ് 1 ഇൻറ്റു 27 റേസ് ടു മൈനസ് 4/3 എന്നുള്ളത് 1/3 ഹോൾ സ്ക്വയറിന് കിട്ടി. ക്യൂബ് റൂട്ട് ഓഫ് 9 റേസ് ടു മൈനസ് 1 ഇൻറ്റു 27 റേസ് ടു മൈനസ് 4/3ക്ക് പകരം 1/3 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 സ്ക്വയർ 1 3 സ്ക്വയർ 9. അപ്പോൾ നമുക്ക് 1/9 എഴുതാം. 1/3 ഹോൾ സ്ക്വയറിനെ 1/9 എഴുതാം. എന്താണ്? 729 ഇൻറ്റു 1/9. 729 ഡിവൈഡഡ് ബൈ 9 എന്ന് വരും. 729 ഡിവൈഡ് ബൈ 9 എത്രയാണ്? 81. അപ്പം എന്ത് വരും? ലോഗ് ഓഫ് 4th റൂട്ട് ഓഫ് 81 എഴുതാം. 4th റൂട്ട് വരുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? റേസ് ടു 1/4 എന്ന് എഴുതാം. അപ്പോൾ ലോഗ് ഓഫ് 81 റേസ് ടു 1/4 എന്ന് എഴുതാം. 81 എന്ന് പറയുന്നത് ഏതിൻ്റെ 4th പവർ ആണ്? 3യുടെ 4th പവർ ആണ്. എന്താണ്? 3 into 3 9, 9 into 3 27, 27 into 3 81. അപ്പോൾ 3 റേസ് ടു 4ന് നമുക്ക് 81ന് പകരം എഴുതാം. അപ്പോൾ 3 റേസ് ടു 4. അപ്പോൾ log of 3 raised to 4 whole raised to 1/4. 3 raised to 4 into 1/4. അപ്പോൾ 3 raised to 1 എന്ന് പറയുമ്പോൾ log
3. അപ്പോൾ ഇതിന് ആൻസർ എത്രയായിരിക്കും? ലോഗ് 3 ആയിരിക്കും. ക്വസ്റ്റ്യൻ എന്താണ്? ദ വാല്യൂ ഓഫ് ലോഗ് a to the base b into log b to the base c into log c to the base a whole cube. എന്താണ് പ്രത്യേകത? എല്ലാത്തിൻ്റെയും ബേസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യുന്ന എന്താണ്? ബേസ് സെയിം ആക്കണം. അപ്പോൾ ബേസ് ചേഞ്ചിങ് റൂൾ യൂസ് ചെയ്ത് നമുക്ക് ബേസ് സെയിം ആക്കാം. ബേസ് ചേഞ്ചിങ് റൂൾ എന്താണ്? ലോഗ് a to the base b ആണ്. നമുക്ക് എങ്ങനെ എഴുതാം? log a by log b എഴുതാം. log a by log b എന്ന് എഴുതാം. log a by log b into log b to the base c ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? log b by log c എന്ന് എഴുതാം. then log c to the base a എന്നാണ്. അപ്പോൾ log c by log a എന്ന് എഴുതാം. ഹോൾ ക്യൂബ് അല്ലേ? എന്താണ്? log a ക്യാൻസൽ ചെയ്യാം. log b ക്യാൻസൽ ചെയ്യാം. log c ക്യാൻസൽ ചെയ്യാം. അപ്പം വെച്ച് എന്ത് വന്നു? 1 വന്നു. 1 ക്യൂബ് എന്നായിരിക്കും. 1 ക്യൂബ് എത്രയാണ്? 1 വരും. അപ്പോൾ എത്രയാണ്? ഓപ്ഷൻ സി 1 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ ലോഗരിതം ഓഫ് 64 ടു ദ ബേസ് 2 root 2 ഈസ് ലോഗരിതം ഓഫ് 64. അപ്പോൾ എന്താണ്? log 4 ടു ദ ബേസ് 2 root 2. ബേസ് എത്രയാണ്? 2 root 2 ആണ്. 2 root 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 into root 2. അപ്പോൾ 2 into 2 raised to 1/2 അല്ലേ? 1/2 അല്ലേ root 2? അപ്പോൾ എങ്ങനെ എഴുതാം? 2 into ഇപ്പോൾ ഏത് ഫോർമുല? a raised to m into a raised to n ആയി. a raised to m plus n. അപ്പോൾ എന്താണ്? 1 plus 1/2 3/2. അപ്പോൾ 2 raised to 3/2 എന്ന് വരും. 2 root 2 നമുക്ക് 2 raised to 3/2 എന്ന് എഴുതാം. അപ്പോൾ 64 to the base 2 raised to 3/2 എന്ന് എഴുതാമല്ലോ. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? log a to the base b raised to n എന്ന് പറഞ്ഞാൽ നമുക്ക് 1/n log a എന്ന് എഴുതാം. 1/n log a എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/3/2 log 64 to the base 2 എന്ന് എഴുതാം. to the base 2 എഴുതാം. 2ന്റെ പവർ ആക്കി എഴുതാലോ. എന്താണ്? 2 raised to 6 എന്ന് പറയുന്നതാണ് 64. 1/3/2 എന്താണ്? 2/3. log 64നെ 2 raised to 6 എന്ന് എഴുതാം. to the base 2. ഇപ്പോൾ ഏത് ഫോർമുല ഇത്? log x raised to n എന്നുള്ള ഫോർമുല ആയല്ലോ. log x raised to n എന്താണ്? n log x. അപ്പോൾ എന്ത് വരും? 2/3 into ഇവിടെ n എത്രയാണ്? 6 ആണ്. 6 log 2 to the base 2. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? 6/3 2 വരും. 2 into 2 4 വരും. അപ്പോൾ 4 log 2 to the base 2 എത്രയാണ്? 1. അപ്പോൾ 4 into 1 ആൻസർ എത്രയായിരിക്കും? 4 ആയിരിക്കും. ഇത് നമ്മുടെ ഓപ്ഷനിലുണ്ടോ? ഇല്ല. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ആയിരിക്കും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ വാല്യൂ ഓഫ് log 25 to the base 8 given that log 2 is equal to 0.3010. ഇത് ചെയ്യാം. ബേസ് ചേഞ്ചിങ് റൂൾ യൂസ് ചെയ്യാം. ബേസ് ഇവിടെ 8 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബേസ് ചേഞ്ചിങ് റൂൾ യൂസ് ചെയ്യാം. എന്താണ്? log a to the base b ആണ്. നമുക്ക് എങ്ങനെ എഴുതാം? log a by b എന്ന് എഴുതാം. log a by log b എന്ന് എഴുതാമല്ലോ. log a to the base b ആണെങ്കിൽ log a by log b എന്ന് എഴുതാം. ഇവിടെ എന്ത് എഴുതാം? log 25 by log 8 എന്ന് എഴുതാം. log 25 എന്നുള്ളത് നമുക്ക് 5 square എന്ന് എഴുതാമല്ലോ. അപ്പോൾ 5 square divided by log 2 cube എന്ന് എഴുതാമല്ലോ. 8നെ log x raised to n എന്നുള്ള ഫോർമുല ആയപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2 log 5 log x raised to n log x ആണ്. അപ്പോൾ 2 log 5 divided by 3 log 2 എന്ന് വരും. ഉള്ള വാല്യൂ ഏതാണ്? log 2 ആണ്. log 5ന്റെ വാല്യൂ അറിയത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 2ന്റെ ടേംസിലാക്കി എടുക്കണം. എന്ത് ചെയ്താൽ മതി? 10/2 എന്ന് പറയുന്നത് 5 അല്ലേ? അപ്പോൾ എന്ത് വരാം? 2 log 10/2 divided by 3 log 2 എന്ന് എഴുതാം. അപ്പോൾ 10/2 എന്നുള്ളത് log a by b യുടെ ഫോർമുല ആണ്. log a by b നെ നമുക്ക് എങ്ങനെ എഴുതാം? log a minus log b എന്ന് എഴുതാം. log 2 into log of 10 minus log 2 divided by 3 log 2.
ഇവിടെ ബേസ് തന്നിട്ടില്ല. ഇപ്പോൾ കോമൺ ലോഗരിതം ബേസ് നമുക്ക് 10 ആയിട്ട് എടുക്കും. അപ്പോൾ എന്താണ് log 10 to the base 10 എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ 2 into 1 minus log 2 divided by 3 log 2. log 2ന്റെ വാല്യൂ ഗിവൺ ആണ്. എത്രയാണ്? 0.3010. 2 into 1 minus 0.3010 divided by 3 into 0.3010. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര വരും? 1.5482. 1.5482. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ലോഗരിതത്തിൻ്റെ എക്സസൈസ് ആയ എക്സസൈസ് 1Dയുടെ സൊല്യൂഷൻസ് ആണ്. താങ്ക് യു ഓൾ.